ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ 3-ൽ നമുക്ക് പഠിക്കാനുള്ളത് ആംപ്ലിഫയേഴ്സിനെ പറ്റിയാണ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ്, ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, അതിനെയൊക്കെ പറ്റിയാണ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് ആംപ്ലിഫിക്കേഷൻ പല സ്റ്റേജസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് അല്ലേ. നോക്കിയേ, എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് കണ്ടെയ്നിങ് മോർ ദാൻ വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഈസ് നോൺ ആസ് എ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇതെന്തിനു വേണ്ടിയാണ്? അപ്പം ഒന്നിൽ കൂടുതൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ് ഉണ്ടാവും, അതുകൊണ്ടാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മൾട്ടി സ്റ്റേജ് ചെയ്യുന്നത്? ദിസ് ഈസ് ഡൺ ടു അച്ചീവ് ഗ്രേറ്റർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ കൂട്ടാൻ വേണ്ടി. നമുക്കറിയാം ഒബ്വിയസ്ലി ഒരു സാധനത്തിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തു, അതിനെ വീണ്ടും ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്തുമ്പോൾ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ കൂടുകയാണ്. അപ്പം അതിൻ്റെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻ എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എ നമ്പർ ഓഫ് സിംഗിൾ ആംപ്ലിഫയേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ കാസ്കേഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് അടുത്ത ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കും. ആ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് ഇൻപുട്ടിൽ വന്ന് വീണ്ടും ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് പോകും അല്ലേ. ഇൻ എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എ നമ്പർ ഓഫ് amplifiers are connected in a cascade arrangement. That is, the output of first stage is connected to the input of the second stage through a suitable coupling device. അല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നു, അതെടുത്ത് അതിൻ്റെ അടുത്ത ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് അങ്ങനെ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വേറൊരു കാര്യം എടുത്ത് പറഞ്ഞത് കപ്ലിംഗ് ഡിവൈസ്. അപ്പോൾ ഈ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത് അനുസരിച്ച് നമുക്കിത് പല സ്റ്റേജ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ട്, പല ടൈപ്പ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത്? ദ പർപ്പസ് ഓഫ് കപ്ലിംഗ് ഡിവൈസ് ഈസ് ടു എന്തിനു വേണ്ടി? ടു ട്രാൻസ്ഫർ ദി AC output of one stage of the amplifier to the input of the next stage. അതായത് നമ്മൾ പല ആംപ്ലിഫയേഴ്സ് കൂട്ടി യോജിപ്പിച്ചാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ആംപ്ലിഫയറിലോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഡിവൈസാണ് നമ്മൾ കപ്ലിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു. ആ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇൻപുട്ട് ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിനെ സ്മൂത്തായിട്ട് സെക്കൻഡ് സ്റ്റേജിലോട്ട് കൊടുക്കണം. എന്തിന്? ഓൾസോ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഐസൊലേറ്റ് ദി DC കണ്ടീഷൻസ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ഫ്രം ദി നെക്സ്റ്റ് സ്റ്റേജ്. അതായത് നമ്മൾ ഒരു 2 സ്റ്റേജ് മൾട്ടി ആംപ്ലിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ആംപ്ലിഫയറിൻ്റെ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ആംപ്ലിഫയറിൻ്റെ AC ഔട്ട്പുട്ട് മാത്രം സ്മൂത്തായിട്ട് സെക്കൻഡ് ആംപ്ലിഫയറിൽ പോയാൽ മതി. ആദ്യത്തെ ആംപ്ലിഫയറിൻ്റെ DC ബയസിങ് കണ്ടീഷൻസ് ഒന്നും രണ്ടാമത്തെ ആംപ്ലിഫയറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ലൊരു ഐസൊലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് സ്റ്റേജ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയേഴ്സ് കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു. ആ ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാസ്കേഡിങ് അറേഞ്ച്മെൻറ്റിലാണ്. അപ്പോൾ ഒന്നിന് പുറമെ ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തതിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്ന രീതിയാണ് പറഞ്ഞു. ഈ കാസ്കേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ 2 ആംപ്ലിഫയറെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഏതെങ്കിലും കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ആ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്ന അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് കപ്ലിംഗ് ഡിവൈസ്? നമ്മൾ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും RC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, RC കപ്ലിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന് എന്ത് വിളിക്കും? RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ, ഇതിൻ്റെ ഇടയ്ക്ക് ഐസൊലേഷന് വേണ്ടി ഒരു ട്രാൻസ്ഫോമറാണ്, നമ്മൾ ചെറിയ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കും. പിന്നെ കപ്ലിംഗ് ഡിവൈസ് ഒന്നും ഉപയോഗിക്കാതെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തതിൻ്റെ ഇൻപുട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ കപ്ലിംഗ് രീതി അല്ലെങ്കിൽ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്ന അനുസരിച്ച് 3 ടൈപ്പ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ട്. അതായത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട് അല്ലേ. ആ പടം നോക്കിയാൽ തന്നെ ഇൻപുട്ട് കൊടുക്കുന്നു, അത് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നു, അവിടെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതെടുത്ത് സെക്കൻഡ് സ്റ്റേജിലോട്ട് കൊടുക്കുന്നു, ഇടയ്ക്ക് ഒരു കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കും. കപ്ലിംഗ് ഡിവൈസ് ട്രാൻസ്ഫോമർ ആവാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ സർക്യൂട്ട് ആവാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് കപ്ലിംഗ് ആവാമെന്ന് പറയും. ഓക്കെ, നോക്കി ഇൻ RC കപ്ലിംഗ് എന്താണ്? എ കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ആസ് ദി കപ്ലിംഗ് ഡിവൈസ്. ദി കപ്പാസിറ്റർ എന്ത് ചെയ്യും? ദ കപ്പാസിറ്റർ connects the output of the one stage to the input of the next stage. എന്ത് സംഭവിക്കും? അതായത് ഒരു സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ അടുത്ത സ്റ്റേജിൽ ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യും. അത് കാരണമായിട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന കാരണമായിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ നടക്കുന്നതാണ്. സോ ദാറ്റ് ഇറ്റ് പാസസ് ദി AC സിഗ്നൽ വൈൽ ബ്ലോക്കിംഗ് ദി DC ബയസ് വോൾട്ടേജ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമ്മുടെ ആംപ്ലിഫൈ ചെയ്ത AC മാത്രമേ അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടിലോട്ട് പോകുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റേജിൻ്റെ DC ബയസിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള DC വോൾട്ടേജസ് ഒന്നും സെക്കൻഡ് സ്റ്റേജിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് RC കപ്ലിംഗ്. അതായത് കപ്പാസിറ്ററാണ്, കപ്ലിംഗ് കപ്പാസിറ്റർ CC നമ്മൾ നോട്ട് ചെയ്യും.
കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് RC കപ്ലിംഗ്. നെക്സ്റ്റ് ഉള്ളതാണ് ട്രാൻസ്ഫോമർ കപ്ലിംഗ്. ഇൻ ദിസ് എന്തായാലും ആ പേരിൽ തന്നെ ഉണ്ട്, വി യൂസ് എ ട്രാൻസ്ഫോമർ ആസ് ദി കപ്ലിംഗ് ഡിവൈസ്. ദ ട്രാൻസ്ഫോമർ കപ്ലിംഗ് പ്രൊവൈഡ്സ് ദി 2 ഫങ്ഷൻസ്. എന്തൊക്കെയാണ്? ഇറ്റ് പാസസ് ദി സിഗ്നൽ ആൻഡ് ബ്ലോക്സ് ദി DC. അത് AC സിഗ്നലിനെ പാസ് ചെയ്യുകയും ചെയ്യുന്നു, DCയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഓൾസോ എന്ത് ചെയ്യും? ഇറ്റ് പെർമിറ്റ്സ് ദി ഇംപിഡൻസ് മാച്ചിങ് ബിറ്റ്വീൻ 2 സ്റ്റേജസ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൻ്റെയും സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇംപിഡൻസ് മാച്ചിങ്ങും ഇത് കാരണമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മൂന്നാമത് നമ്മൾ എന്താ പറയുക? ഡയറക്റ്റ് കപ്ലിംഗ്. ഡയറക്റ്റ് കപ്ലിംഗ് അല്ലെങ്കിൽ വേറൊരു പേര് നമ്മൾ പറയും DC കപ്ലിംഗ്. അതാണ് ഇൻ ഡയറക്റ്റ് കപ്ലിംഗ് ഓർ DC കപ്ലിംഗ് In direct coupling or DC coupling, the individual amplifier stage bias conditions are so designed that the two stages may be directly coupled without any DC isolation. അപ്പോൾ ഈ ഡയറക്റ്റ് കപ്ലിംഗ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക കാര്യം ചെയ്യണം. എന്താണ്? ഈ 2 സ്റ്റേജിൻ്റെയും DC ബയസ് കണ്ടീഷൻസ് ഏകദേശം തുല്യമായിരിക്കണം, അല്ലേ? ആ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്താൽ മാത്രം നമുക്ക് ഡയറക്റ്റ് കപ്ലിംഗ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ DC ബയസ് സെക്കൻഡ് സ്റ്റേജിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് DC ബയസ് കണ്ടീഷൻസ് ഏകദേശം തുല്യമായിട്ട് വരുന്ന രീതിയിൽ മാത്രം നമുക്ക് ഡയറക്റ്റ് കപ്ലിംഗ് ഫസ്റ്റിനെ എടുത്ത് നമുക്ക് സെക്കൻഡിലോട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 സ്റ്റേജ് എന്ന് പറഞ്ഞു. കപ്പാസിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ RC കപ്പിൾഡ് എന്ന് പറയുന്നു. ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് എന്ന് പറയുന്നു. കപ്ലിംഗ് ഡിവൈസസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കപ്പിൾഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട കാര്യങ്ങൾ തന്നെ, വോൾട്ടേജ് ഗെയിന്, കറണ്ട് ഗെയിന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ള. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ തന്നെ നമുക്കറിയാം. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദി ഇൻപുട്ട് വോൾട്ടേജ് ആണ്, അല്ലേ? നമ്മൾ ഏതൊരു സാധനത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ മൾട്ടി സ്റ്റേജ് ആകുമ്പോൾ എന്താണ്? അപ്പോൾ ഈ പല സ്റ്റേജസ് 1, 2, 3 അല്ലെങ്കിൽ 3 ആംപ്ലിഫയർ സ്റ്റേജസ് ആണെങ്കിൽ 3ൻ്റെ ഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് 3 കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലേ? അപ്പം ഇറ്റ് ഈസ് ദി വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദി ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സ്റ്റേജസ്. അപ്പോൾ ഒരു 5 സ്റ്റേജ് ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 5ൻ്റെയും ഇൻഡിവിജ്വൽ ആംപ്ലിഫൈങ് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുക. അതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള വോൾട്ടേജ് ഗെയിൻ കിട്ടും. ദാറ്റ് ഈസ് ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ക്യാൻ ബി ഗിവൺ ബൈ എങ്ങനെയാണ്? ഓവറോൾ വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഗെയിൻ്റെ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് AV1 ഇൻറ്റു AV2 ഇൻറ്റു AV3 ഇൻറ്റു n സ്റ്റേജസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ AVN വരെ, അല്ലേ? ദാറ്റ് ഈസ് AV ഈസ് ഈക്വൽ ടു AV1 ഇൻറ്റു AV2 ഇൻറ്റു AV3 അപ് ടു n സ്റ്റേജസ് എന്ന് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ പറയുകയാണെങ്കിൽ AV ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് AV1 ഇൻറ്റു AV2 ഇൻറ്റു AV3 ആംഗിൾ θ1 θ2 θ1 പ്ലസ് θ2 പ്ലസ് θn വരെ. ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ടോട്ടൽ സിസ്റ്റം കണ്ടുപിടിക്കാൻ അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ സ്റ്റേജിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക, അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് AV1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ വോൾട്ടേജ് ഗെയിൻ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് V1 by Vin, where AV1 is the magnitude of the voltage gain of the first stage and θ1 is the phase angle between the output and input voltages at this stage. That is AV1 angle θ നമുക്ക് ഫേസ് ഡിഫറൻസ് വെച്ച് പറയുകയാണെങ്കിൽ. സിമിലർലി അതേപോലെ നെക്സ്റ്റ് nth സ്റ്റേജ് ആണെങ്കിൽ AV2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? V2 by എന്ത് പറയും? V1 ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പോവുക. ലാസ്റ്റ് സ്റ്റേജ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? nth സ്റ്റേജിൻ്റെ AVN is equal to the output voltage of the nth stage divided by input voltage to the nth stage, that is AVN angle theta n എന്ന് പറയും. സോ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്താ കണ്ടുപിടിക്കും? വി ഔട്ട് ബൈ വി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി nth സ്റ്റേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് AV ആംഗിൾ തീറ്റ എന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ എങ്ങനെയായിരിക്കും? നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഗെയിനും സിമിലർ ആയിട്ടാണ്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് കറണ്ട് ഓഫ് ദി nth സ്റ്റേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഓഫ് ദി സിസ്റ്റം, അല്ലേ? ടോട്ടൽ കറണ്ട് ഗെയിൻ, ഓവറോൾ കറണ്ട് ഗെയിൻ പറയുന്നത് ദാറ്റ് ഈസ് I ഔട്ട് ബൈ I ഇൻ അല്ലെങ്കിൽ I ബേസ് ഇൻപുട്ട് BI എന്ന് പറയുന്നത്. അപ്പോൾ I ഔട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മൈനസ് ഓഫ് ICN അല്ലെങ്കിൽ മൈനസ് IN എന്ന് പറയുന്നു. where ICN or IN is the collector current of the nth stage എന്ന് പറയും. അത് ഈ ICN IN എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും നൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ബുക്കുകളിൽ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ്
ICN എന്നോ IN എന്നോ പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഓവറോൾ ഗെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ ഗെയിൻ കണ്ടുപിടിക്കുക, അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻഡിവിജ്വൽ ഗെയിൻ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ ഗെയിൻ ദാറ്റ് ഈസ് AI is equal to AI1 into AI2 into AI3 into up to AIN വരെ. വോൾട്ടേജ് ഗെയിനായി, കറണ്ട് ഗെയിനായി. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇൻപുട്ട് ഇംപിഡൻസ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് H പാരാമീറ്റർ മോഡൽ വെച്ചാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഗെയിൻ. പവർ ഗെയിൻ ഈസ് ഈക്വൽ നമുക്കറിയാം ടോട്ടൽ പവർ ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ വോൾട്ടേജിനും കറണ്ടും പവർ എന്ന് വെച്ചാൽ നമുക്കറിയാം വോൾട്ടേജിനും കറണ്ടും പ്രോഡക്റ്റാണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു nth സ്റ്റേജിലെ ഇൻപുട്ട് കറണ്ട് IN. വി ഔട്ട് ഇൻറ്റു IN ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്താണ്? വി ഇൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ ഇൻറ്റു അവിടെ കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ട് I ബേസ് ഇൻപുട്ട് IBI. ദാറ്റ് ഈസ് നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കറണ്ട് ഗെയിൻ ദാറ്റ് ഈസ് AB ഇൻറ്റു AI ആൾസോ ഈസ് ഈക്വൽ ടു എന്താണ്? AI സ്ക്വയർ ഇൻറ്റു RCN ബൈ R ഇൻ 1 എന്നും പറയാം അല്ലേ. അപ്പം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിന്, കറണ്ട് ഗെയിന്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഇൻപുട്ട് ഇംപിഡൻസ്, പിന്നെ നമ്മൾ പറഞ്ഞ പവർ ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേജിൻ്റെയും ഗെയിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റേജിൻ്റെ കറണ്ട് ഗെയിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഓവറോൾ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു. പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ഗെയിൻ്റെയും കറണ്ട് ഗെയിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ nth സ്റ്റേജിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ കറണ്ട് IN ഡിവൈഡഡ് ബൈ ഫസ്റ്റ് സ്റ്റേജിലെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറണ്ട് വി ഇൻ ഇൻറ്റു IBN ചെയ്താലും മതി പറഞ്ഞു. പിന്നെ ഇംപിഡൻസ് കണ്ടുപിടിക്കും നമ്മൾ അതിൻ്റെ H പാരാമീറ്റർ. ഓരോ മോഡലിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൻ്റെയും H പാരാമീറ്റർ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ തോന്നും. ഓക്കെ, നമുക്ക് മെയിൻലി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ. കൂടുതലും ചോദിച്ചിട്ടുള്ളതും ഇതിനെ പറ്റിയാണ്. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയായിരിക്കും കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ RC coupled amplifier. This is the most popular type of coupling. എന്തുകൊണ്ട്? Because it is the cheapest and provides excellent audio fidelity over a wide range of frequency. അപ്പം it is the cheapest ആണ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ്. കാരണം എക്സലൻറ്റ് ഔട്ട്പുട്ട് റേഞ്ചസ് ഒക്കെ തരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ ആംപ്ലിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കപ്ലിംഗ് ഡിവൈസ് എന്താണ്? ഒരു കപ്പാസിറ്റർ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും നമ്മൾ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കപ്ലിംഗ് കപ്പാസിറ്റർ നമ്മൾ അതിന് പറയുന്ന പേരെന്താണ്? കപ്ലിംഗ് കപ്പാസിറ്റർ. CC എന്നായിരിക്കും അതിനെ നോട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. As the coupling from one stage to next stage is achieved by a coupling capacitor followed by a connection to a shunt resistor. Therefore, such amplifier is known as എന്താണ്? RC coupled amplifier. ഓക്കെ, എന്തുകൊണ്ടാണ് ഇനി RC coupled എന്ന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്ന നമ്മളൊരു കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞു. ആ കപ്പാസിറ്റർ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത സ്റ്റേജിൽ നമ്മൾ ഷണ്ട് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കൊടുത്തു. അപ്പോൾ ഒരു Rഉം Cയും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് കപ്പാസിറ്റർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ്. 2 സ്റ്റേജേ ഉള്ളൂ. ഇത് ഏത് ബയസിംഗ് ആണ് ഉപയോഗിച്ചേക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? വോൾട്ടേജ് ഡിവൈഡർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് അല്ലെങ്കിൽ സെൽഫ് ബയസിംഗ് എന്ന് പറഞ്ഞു. സെൽഫ് ബയസിംഗിനകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സ് R1 R2 കൊടുത്ത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് എന്ന് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കപ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ നോക്കിയാൽ CC എന്ന് പറഞ്ഞ കപ്പാസിറ്ററിൽ നിന്ന് വന്ന് എങ്ങോട്ടാണ് കയറുന്നത്? ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റൻസിലോട്ടാണ് കയറുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് Rഉം Cയും ഉള്ളതുകൊണ്ട് ഇതിന് RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു. പടം നോക്കിയേ എന്തൊക്കെയുണ്ട്? നമുക്ക് പഴയ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ R11 RE1 RC1 എന്നൊക്കെ പറയാം. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് നോർമലായിട്ട് മതിയെങ്കിൽ RC RE R1 R2 എന്നൊക്കെ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റേഴ്സ് R1ഉം R2ഉം, സെക്കൻഡ് സ്റ്റേജിൻ്റെ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റൻസ് R1ഉം R2 ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണേൽ R11 R12 R21 R22 എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ കളക്ടർ റെസിസ്റ്റൻസ് RCയും എമിറ്റർ റെസിസ്റ്റൻസ് REയും, സെക്കൻഡ് സ്റ്റേജിൻ്റെ അതേപോലെ തന്നെ RCയും REയും ഉണ്ട്. ഇവിടെയും അതേപോലെ തന്നെ RC1 RC2 RE1 RE2 എന്ന് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE ഉണ്ട്, ഇൻപുട്ട് കപ്പാസിറ്റർ Cin ഉണ്ട്. നമ്മൾ അതുവഴിയാണ് AC സിഗ്നൽ ബേസിലോട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്ത് സെക്കൻഡ് സ്റ്റേജിലോട്ട് കൊടുക്കുന്ന വഴിയിൽ നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്റർ CC ഇരിക്കുന്നു.
അല്ലേ? അതിൽ നിന്ന് പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ പോകുന്നു. സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ട് ബേസിലോട്ട് വരുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്ന് എടുക്കുന്നു. അവിടെയും നമ്മളൊരു ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CC വെച്ചിട്ടുണ്ട്. RLന് അക്രോസ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഓക്കെ, പടം ഓക്കെ ആണല്ലോ? ഒന്നുമില്ല, നമ്മുടെ സെൽഫ് ബയസ് സർക്യൂട്ട്, നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ്ങിൻ്റെ സർക്യൂട്ട് നമ്മൾ പഠിച്ചു. അതേ തന്നെ ആ രണ്ട് സാധനം ഒരേപോലത്തെ രണ്ട് സർക്യൂട്ട് എടുത്ത് വെക്കുന്നു. ആദ്യത്തേൻ്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തേൻ്റെ ഇൻപുട്ടിലോട്ട് ബേസിലോട്ട് കൊടുക്കുന്ന വഴിയിലൊരു കപ്ലിംഗ് കപ്പാസിറ്റർ CC വെക്കുന്നു. ഓക്കെ, പടം വരച്ചെടുക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇത് അറേഞ്ച്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? R1, R2 ആൻഡ് RE from the biasing and the stabilization network. The emitter bypass capacitor offers low reactance pass to the AC signal. പിന്നെ the coupling capacitor CC transmit the AC and blocks the DC. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? ഓൾസോ എന്ത് AC-യെ പാസ് ചെയ്ത് വിടും, DC-യെ ബ്ലോക്ക് ചെയ്യും. ഇറ്റ് പ്രിവെൻറ്റ്സ് ദി DC ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ വേരിയസ് സ്റ്റേജസ് ഓഫ് ദി ആംപ്ലിഫയേഴ്സ് എന്നും പറഞ്ഞു അല്ലേ? അത് കാരണം DC ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യുന്ന കാരണമായിട്ട് എന്താണ്? ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ക്യൂസെൻറ്റ് പോയിൻ്റ് മാറുന്നില്ല. ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഓപ്പറേഷൻ വെൻ AC സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി ബേസ് ഓഫ് ദി ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. ആദ്യത്തെ സ്റ്റേജിൻ്റെ ബേസിലോട്ട് നമ്മൾ AC സിഗ്നൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദി ആംപ്ലിഫൈഡ് ഫ്രോം അക്രോസ് ഇറ്റ്സ് കളക്ടർ റെസിസ്റ്റൻസ് RC അല്ലേ? ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ ബേസിലോട്ട് നമ്മൾ ഇൻപുട്ട് AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ RC കളക്ടറിലെത്തുന്നു അല്ലേ? ദി ആംപ്ലിഫൈഡ് സിഗ്നൽസ് എന്ത് ചെയ്യും? ദി ആംപ്ലിഫൈഡ് സിഗ്നൽ ഡെവലപ്ഡ് അക്രോസ് RC ഈസ് ഗിവൺ ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. അവിടെ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കണക്ട് ചെയ്തേക്കുക. ഈ ദി ആംപ്ലിഫൈഡ് സിഗ്നൽ ഡെവലപ്ഡ് അക്രോസ് RC ഈസ് ഗിവൺ ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. എതുവഴിയാണ് കൊടുക്കുന്നത്? ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ CC അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ കളക്ടറിലെത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അത് ഔട്ട്പുട്ടിലോട്ട് പോകുന്ന വഴി എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ CC വെച്ചിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? അടുത്ത സ്റ്റേജിൻ്റെ വീണ്ടും ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ എന്ത് ചെയ്യും? ഓൾറെഡി ആംപ്ലിഫൈ ചെയ്ത സാധനമാണ് അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടിൽ വന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജ് അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഒന്നുകൂടെ കൂടും അല്ലേ? ദ സെക്കൻഡ് സ്റ്റേജ് ഡസ് ഫർദർ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദി സിഗ്നൽ. അത് കാരണമായിട്ട് ആംപ്ലിഫിക്കേഷൻ ഒന്നുകൂടെ കൂടും. അപ്പോൾ ഇൻ ദിസ് വേ നമ്മൾ എത്ര സ്റ്റേജ് കൊടുക്കുന്നു അത്രയും സ്റ്റേജ് ഈ സാധനത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതാണിത് RC coupled amplifier. In this way, the cascaded stages amplify the signal and overall gain is considerably increased. ഓക്കെ, അപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ രണ്ട് സ്റ്റേജ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ആദ്യത്തെ സ്റ്റേജിൻ്റെ തന്നെ കളക്ടറിലെത്തുന്നു. അതിനെടുത്ത് നമ്മൾ അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നു, അവിടെ വീണ്ടും ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എത്ര സ്റ്റേജ് കൊടുക്കുന്നു അത്രയും ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഇതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അനാലിസിസ് വരയ്ക്കണമെങ്കിൽ, അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം അല്ലേ? ഒരു ആംപ്ലിഫയറിനെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടിൻ്റെയും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിൻ്റെയൊക്കെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ വരച്ചായിരുന്നു. അപ്പം ആ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട്? നമ്മളെന്താ പാരാമീറ്റർ മോഡലൊക്കെ വെച്ചാണ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചത് അല്ലേ? ദാറ്റ് ഈസ് HRE ഉണ്ട്, HIE ഉണ്ട്, HFE, HOE ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കണം. ഇക്വലൻറ്റ് സർക്യൂട്ട് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണം, കുറച്ച് കാര്യങ്ങൾ അസംഷൻസ് ചെയ്യണം അല്ലേ? അതെന്തൊക്കെയാണ്? ഇൻ ഓർഡർ ടു ഡ്രോ ദി ഇക്വലൻറ്റ് സർക്യൂട്ട് certain assumptions are to be made. അതിൽ ചെയ്യേണ്ട ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ HRE എന്ന് പറഞ്ഞാൽ എന്താണ്? HRE എന്ന് നമ്മൾ പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ഫർ എന്ത് റേഷ്യോ ആണ്? റിവേഴ്സ് ട്രാൻസ്ഫർ വോൾട്ടേജ് റേഷ്യോ അല്ലേ? HRE ഈസ് സോ സ്മോൾ സോ ദാറ്റ് ദി വോൾട്ടേജ് സോഴ്സ് HRE ഇൻറ്റു വി ഔട്ട് ഈസ് നെഗ്ലക്റ്റഡ്. നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ HRE ഇൻറ്റു വി ഔട്ട് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സ് കാണിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ HRE വളരെ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? HRE ഇൻറ്റു വി ഔട്ട് ഈ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് പറഞ്ഞേക്കുന്നത് 1/HOE ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് അല്ലേ? ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് നമ്മൾ പറഞ്ഞു HOE എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് നമ്മൾ കാണിക്കാൻ എന്താണ്? ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ ആ ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ റൈറ്റ് സൈഡിൽ 1/HOE എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് നമ്മൾ കാണിക്കുമായിരുന്നല്ലോ. ഇവിടെ പറയുന്ന 1/HOE ഈസ്
so large so that എന്താണ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. 1/HOE സോ ലാർജ് ആയതുകൊണ്ട് അതിനെ നമുക്കൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പൺ സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അത് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിനെ നമുക്ക് സർക്യൂട്ടിൽ കാണിക്കാം. അപ്പോൾ 1/HOEയും കാണിക്കേണ്ട, HR × Voutഉം കാണിക്കേണ്ട. പിന്നെ മൂന്നാമത് പറഞ്ഞ എന്താണ്, ദ ബയസ് റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആർ വെരി ലാർജ് ദാൻ HIE എന്ന് പറഞ്ഞു. ഈ ബയസ് റെസിസ്റ്റൻസ് നമ്മൾ എവിടെയായിരുന്നു കൊടുക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ ഇക്വലന്റ് സർക്യൂട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ R1 R2 ഒക്കെ പാരലായിട്ട് കൊടുക്കുമായിരുന്നു. R1 R2 HIE ഇതെല്ലാം നമ്മൾ പാരലായിട്ട് കൊടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഈ പാരലായിട്ട് കൊടുക്കുമ്പോൾ R1ഉം R2ഉം സോ ലാർജ് ആണ് നമ്മൾ പറഞ്ഞു. R1 R2 ആർ സോ ലാർജ് ദാൻ ദി HIE. അപ്പോൾ 3 റെസിസ്റ്റൻസ് പാരലായിട്ട് വരുവാണെങ്കിൽ R1 R2 സോ ലാർജ് ദാൻ HIE ആണെങ്കിൽ നമ്മുടെ പാരൽ കോമ്പിനേഷൻ എന്തുമായിരിക്കും? 3 റെസിസ്റ്റൻസിൻ്റെ പാരൽ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനെക്കാട്ടിൽ കുറവായിരിക്കും അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ R1 R2ഉം വളരെ കൂടുതലും HIE കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് R1 R2ഉം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം HIEയെക്കാട്ടിൽ കുറവായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അവിടെ R1 R2നെയും നിഗ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ HR × Vout നിഗ്ലക്റ്റ് ചെയ്തു, 1/HOE നിഗ്ലക്റ്റ് ചെയ്തു, R1 R2ഉം നിഗ്ലക്റ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത് എന്തോ ഉള്ളത്? XCE എന്ന് എന്താ? കപ്പാസിറ്റി റിയാക്റ്റൻസ്. എമിറ്റർ കപ്പാസിറ്റി റിയാക്റ്റൻസ് ഈസ് സോ സ്മോൾ so that the parallel combination of RE and CE is considered as a short circuit. അപ്പം XCE is so small so that the parallel combination of RE and CE is considered as a short circuit. അപ്പോൾ REയും CEയും നമ്മളെന്തോ XCE എന്ന് പറയുന്നത് ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ REയും CEയും ഒരു ഷോർട്ട് സർക്യൂട്ടിന് തുല്യമാണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ REയും CEയും കാണിക്കേണ്ട ആവശ്യമില്ല, അവിടെ അതിനെ ഷോർട്ടായിട്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലും കാണിച്ചാൽ മതി അല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? HR × Vout നിഗ്ലക്റ്റ് ചെയ്തു, 1/HOE നിഗ്ലക്റ്റ് ചെയ്തു, പിന്നെ R1 R2 നിഗ്ലക്റ്റ് ചെയ്തു, പിന്നെ REയും CEക്കും പകരം നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് എങ്ങനെ കിട്ടും? ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ കിട്ടും. ദാറ്റ് ഈസ് ഇൻപുട്ട് കറണ്ട് വരുന്നു, IB വരുന്നു, HIE കാണിച്ചേക്കുന്നു. HIE കാണിച്ചിട്ടുണ്ടെന്ന് കാണിക്കും. അവിടെ നമ്മൾ HR × Vout എടുത്ത് കളഞ്ഞു, പിന്നെ R1 R2 എടുത്ത് കളഞ്ഞു. ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HIE മാത്രമേ ഇൻപുട്ട് സൈഡിൽ വരുന്നു. പിന്നെ ഔട്ട്പുട്ട് സൈഡിൽ എന്തുവാണ്? HFE × IB ഉണ്ട്. പിന്നെ അതിന് പാരലായിട്ട് നമുക്ക് എന്തൊക്കെയായിരുന്നു വരേണ്ടത്? 1/HOE പറഞ്ഞു. 1/HOE നമ്മൾ വളരെ കൂടുതലായിട്ട് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു, അപ്പോൾ അതും മാറ്റി. പിന്നെ അവിടെ ഉള്ളത് പിന്നെ RE ഇല്ല, CE ഇല്ല, അതെല്ലാം ഷോർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് RC ഉണ്ടാവും, പിന്നെ കപ്ലിംഗ് കപ്പാസിറ്റർ CC, പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേജിൻ്റെ HIE ആണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന HIE എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്റ്റേജിലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ സാധനം എന്ന് വെച്ചാൽ CC വരേ ഉള്ളൂ. പിന്നെ അടുത്ത കാണിച്ച HIE എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ HIE ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെ കിട്ടും അല്ലേ. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചെടുക്കുക. അതായത് IB വരുന്നു, HIE വരുന്നു, പിന്നെ ഔട്ട്പുട്ട് സ്റ്റേജിൽ 1/HOE ഇല്ല, നിഗ്ലക്റ്റ് ചെയ്തു. അതിന് പകരം HFE × IB ഉണ്ട്, പിന്നെ അതിന് പാരലായിട്ട് RC ഉണ്ടാവും, പിന്നെ അതിൻ്റെ കപ്ലിംഗ് കപ്പാസിറ്റി CC ഉണ്ടാവും. അതെടുത്ത് നമ്മൾ അടുത്ത സ്റ്റേജിൻ്റെ HIEയിലോട്ട് കൊടുത്തേക്കും. ഇതാണ് നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഇനി അതിൻ്റെ അനാലിസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഒരു ആംപ്ലിഫയറിൻ്റെ അനാലിസിസ് ചെയ്യണമെങ്കിൽ, ഫോർ ദി അനാലിസിസ് the entire frequency range is divided to 3 sections. നമ്മളൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ 3 സ്റ്റേജായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോ ഫ്രീക്വൻസി റേഞ്ച്, മിഡ് ഫ്രീക്വൻസി റേഞ്ച്, ഹൈ ഫ്രീക്വൻസി റേഞ്ച്. ഈ 3 സ്റ്റേജിലും ഈ ആംപ്ലിഫയർ 3 രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ 3 സ്റ്റേജായിട്ട് എടുത്ത് തരംതിരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മിഡ് ഫ്രീക്വൻസി റേഞ്ച്, ലോ ഫ്രീക്വൻസി റേഞ്ച്, ഹൈ ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, ഫസ്റ്റ് വൺ മിഡ് ഫ്രീക്വൻസി റേഞ്ച്. മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ എന്താണ്? ഹിയർ ദി ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദി കപ്ലിംഗ് കപ്പാസിറ്റർ ഈസ് സോ സ്മോൾ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഈസ് നിഗ്ലക്റ്റഡ്. അതെ, അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ കപ്ലിംഗ് കപ്പാസിറ്റർ CC എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ കപ്ലിംഗ് കപ്പാസിറ്റർ CCയുടെ ഇംപിഡൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അത് കാരണമായിട്ട്
നമ്മൾ അതിൻ്റെ എഫക്റ്റിനെ നിഗ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററിനെ നിഗ്ലക്റ്റ് ചെയ്യുന്നു. കപ്ലിംഗ് കപ്പാസിറ്ററിനെ നിഗ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെ വരും? നമ്മൾ CC എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ വരും അല്ലേ. നമ്മൾ നേരത്തെ വരച്ച ഇക്വലൻറ്റ് സർക്യൂട്ടിനകത്തുനിന്ന് നമ്മൾ CC അങ്ങ് അവോയ്ഡ് ചെയ്തു. CC അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഉണ്ടോ? HIE ഇൻപുട്ട് സൈഡിൽ HIE വരുന്നു, പിന്നെ ഔട്ട്പുട്ട് സൈഡിൽ HFE ഇൻറ്റു IB, പിന്നെ അതിന് പാരലായിട്ട് RC, പിന്നെ CC നമ്മളെടുത്ത് റിമൂവ് ചെയ്തു, പിന്നെ അതിനും പാരലായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ HIE വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്, നമ്മൾ സോഴ്സ് കൺവേർഷൻ അപ്ലൈ ചെയ്യും. എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് ക്യാൻ ബി എങ്ങനെ മാറ്റാം? ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് അല്ലേ. സോഴ്സ് കൺവേർഷൻ പഠിച്ചിട്ടുള്ളതാണ് നമ്മളല്ലേ. കറണ്ട് സോഴ്സ്, ഒരു കറണ്ട് സോഴ്സിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ മാറും? നോക്കിയേ, HFE ഇൻറ്റു IBയും RCയും അതിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസുമായിട്ട് മാറ്റി. അപ്പോൾ റെസിസ്റ്റൻസ് RC അതേപോലെ തന്നെ നമ്മൾ സീരീസ് ആയിട്ട് വെക്കും. പിന്നെ ആ കറണ്ട് സോഴ്സ് നമ്മൾ വോൾട്ടേജ് സോഴ്സായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? Y നമുക്കറിയാം IR ആണ് അല്ലേ. അപ്പോൾ കറണ്ടും ആ റെസിസ്റ്റൻസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് HFE ഇൻറ്റു IB ഇൻറ്റു RC. അതായത് HFE ഇൻറ്റു IB എന്ന് പറഞ്ഞ കറണ്ട് സോഴ്സിനെ നമ്മൾ HFE ഇൻറ്റു IB ഇൻറ്റു RC എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സായിട്ട് മാറ്റിയിട്ട് അതിന് സീരീസ് ആയിട്ട് നമ്മുടെ പഴയ റെസിസ്റ്റൻസ് RC എടുത്തും കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെ കിട്ടി? രണ്ടാമത് കാണിച്ചേക്കുന്ന പോലെ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് കിട്ടി അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കാമല്ലോ. കറണ്ട് ഈക്വൽ നമുക്ക് എന്തോ I ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അവിടുത്തെ വോൾട്ടേജ് എന്താണ്? HFE ഇൻറ്റു IB ഇൻറ്റു RC. ആ സർക്യൂട്ടിൻ്റെ ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്തുവാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കി RCയും HIEയും സീരീസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് I ഈക്വൽ ടു HFE ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് HIE എന്ന്. അപ്പോൾ കറണ്ട് കിട്ടി. ഇനി നമുക്ക് കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കുമല്ലോ. കറണ്ട് ഗെയിൻ ഈസ് ഈക്വൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ I ആണ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന ബേസ് കറണ്ട് IB ആണ് അല്ലേ. ദാറ്റ് ഈസ് അപ്പം ഔട്ട്പുട്ട് ഗെയിൻ കറണ്ട് ഗെയിൻ AI ഈസ് ഈക്വൽ ടു എന്താ? I ബൈ IB. ദാറ്റ് ഈസ് HFE ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് HIE ഇൻറ്റു IB. IBയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AI. ദാറ്റ് ഈസ് കറണ്ട് ഗെയിൻ ഈസ് ഈക്വൽ ടു HFE ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് HIE എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വോൾട്ടേജ് ഗെയിൻ എന്താണ്? വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Vout ബൈ Vin ആണ്. Vout ബൈ Vin വേണമെങ്കിൽ നമുക്ക് ആദ്യം Vout കണ്ടുപിടിക്കാം. Vout എന്ന് പറഞ്ഞതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നോക്കിയാൽ ഔട്ട്പുട്ടിൽ കിടക്കുന്ന എന്താണ്? നമ്മൾ ലോഡ് Vout ഏതിന് എക്രോസ് എടുക്കുന്നത്? HIEക്ക് എക്രോസ് ആണ്. അപ്പോൾ HIE ഇൻറ്റു അവിടുത്തെ കറണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ്. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I ആണ്. I നമ്മൾ കണ്ടുപിടിച്ച് എന്താണ്? I ഈസ് ഈക്വൽ ടു HFE ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡ് ബൈ RC പ്ലസ് HIE ആണ്. അതേ മൾട്ടിപ്ലൈഡ് ബൈ HIE ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Vout ഉണ്ട്. ദാറ്റ് ഈസ് HIE ഇൻറ്റു HFE ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡ് ബൈ RC പ്ലസ് HIE ചെയ്യുമ്പോൾ നമുക്ക് Vout കിട്ടും. Vinോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന Vin നമ്മളെവിടെ കൊടുക്കുന്നത്? ഇൻപുട്ടിലെ HIEയും അവിടുത്തെ കറണ്ട് IBയും അതിൻ്റെ രണ്ടാം പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് Vin. ദാറ്റ് ഈസ് IB ഇൻറ്റു HIE ചെയ്താൽ നമുക്ക് Vin കിട്ടും. അപ്പോൾ Vout Vin ദാറ്റ് ഈസ് വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ എന്താണ്? Vout ബൈ Vin ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ രണ്ടും ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് HFE ഇൻറ്റു HIE ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡ് ബൈ RC പ്ലസ് HIE ഇൻറ്റു IB അല്ലേ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? HFE ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് HIE എന്ന് കിട്ടും അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഗെയിനായി കറണ്ട് ഗെയിൻ എവിടത്തെയാണ്? മിഡ് ഫ്രീക്വൻസി റേഞ്ച്. അതേപോലെ ഇനി അടുത്ത് ലോ ഫ്രീക്വൻസി റേഞ്ച്. ലോ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ നോക്കേണ്ടത് എന്താണ് നോക്കിയാൽ ഇൻ ലോ ഫ്രീക്വൻസി റേഞ്ച് ദ ഇംപെഡൻസ് ഓഫ് ദി കപ്ലിംഗ് കപ്പാസിറ്റർ CC ഈസ് കമ്പയറബിൾ ടു ദി കളക്ടർ റെസിസ്റ്റൻസ് RC സോ ദാറ്റ് ഇറ്റ് അഫക്ട്സ് ദി കറണ്ട് ആംപ്ലിഫിക്കേഷൻ. So at low frequency range the effect of CC should be considered in the equivalent circuit അല്ലേ. നമുക്കറിയാം XC is equal to 1 by omega C ആണ്. ദാറ്റ് ഈസ് 1 by 2 pi FC. അപ്പോൾ 1 by 2 pi FC ആണ് കപ്പാസിറ്റി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കുറവാണെങ്കിൽ 1 by 2 pi FC എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺസിഡറബിൾ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ അത് കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ സർക്യൂട്ടിൽ അതിന് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ സർക്യൂട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ നോർമലി ഉള്ള ആദ്യം വരച്ച ഇക്വലൻറ്റ് സർക്യൂട്ട് അതേപോലെ തന്നെ എടുക്കും. ദാറ്റ് ഈസ് IB ഉണ്ട്, HIE ഉണ്ട്,
പിന്നെ വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ആർ സി നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റിയായിരുന്നു. അതേപോലെ തന്നെ ദാറ്റ് ഈസ് HF ഇൻറ്റു IB ഇൻറ്റു RC സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ്. പിന്നെ അതിന് സീരീസ് ആയിട്ട് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കപ്പാസിറ്ററിനും കൊടുത്തേക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ HIയും കൊടുക്കുക. ഓക്കെ, കറണ്ട് ഗെയിൻ AIL ലോ ഫ്രീക്വൻസി റേഞ്ചിലെ കറണ്ട് ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു I/IB ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് Iയും ഇൻപുട്ട് കറണ്ട് IBയും ആണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഔട്ട്പുട്ട് സൈഡിലെ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ഇമ്പിഡൻസ് ചെയ്താൽ മതി. ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ CC എന്ന് പറഞ്ഞ കപ്പാസിറ്ററും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റി റിയാക്റ്റൻസും കൂടെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലേ. XC ഈക്വൽ നമുക്കറിയാം 1/ωc ആണല്ലേ. 1/ωc 1/2πfc എന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യുക. അതും കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AIL ഈസ് ഈക്വൽ ടു I/IB എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു HF ഇൻറ്റു RC ഡിവൈഡഡ് ബൈ HIE പ്ലസ് RC മൈനസ് J/ωc എന്ന് കിട്ടും. ωc അല്ലെങ്കിൽ ωCC അല്ലേ. അപ്പോൾ കറണ്ട് ഗെയിൻ കിട്ടും. സിമിലർലി അതേപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ എന്താണ്? V ഔട്ട് ബൈ V ഇൻ. V ഔട്ട് എങ്ങനെ കണ്ടുപിടിക്കും? V ഔട്ട് എവിടെ വരുന്നത്? HIക്ക് ക്രോസ് വരുന്ന വോൾട്ടേജാണ്. അപ്പോൾ അവിടുത്തെ കറണ്ട് ഇൻറ്റു HIE ചെയ്താൽ മതി. കറണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇൻറ്റു HIE മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. കറണ്ട് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്? HF ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ HIE പ്ലസ് RC മൈനസ് J/ωCC ആണ്. അത് ഇൻറ്റു HIE ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V ഔട്ട് കിട്ടും. പിന്നെ V ഇൻ ഈസ് ഈക്വൽ നമുക്കറിയാം HIക്ക് അക്രോസ് ദാറ്റ് ഈസ് IB ഇൻറ്റു HIE. അത് രണ്ടിനും റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? V ഔട്ട് ബൈ V ഇൻ ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് HF ഇൻറ്റു HIE ഇൻറ്റു IB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ HIE പ്ലസ് RC മൈനസ് J/ωCC ഹോൾ ഡിവൈഡഡ് ബൈ HIE ഇൻറ്റു IB എന്ന് കിട്ടും അല്ലേ. ക്യാൻസൽ ചെയ്ത് HIE IBയും മേളത്തെ HIE IBയും കൂടെ ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ എന്തുകൊണ്ട്? HF ഇൻറ്റു RC ഡിവൈഡഡ് ബൈ HIE പ്ലസ് RC മൈനസ് J/ωCC എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് ഗെയിനായി വോൾട്ടേജ് ഗെയിൻ, ലോ ഫ്രീക്വൻസി റേഞ്ചിലെ കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനുമായി. നെക്സ്റ്റ് ഇനി ഹൈ ഫ്രീക്വൻസി റേഞ്ച്. ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ എന്താണ്? ഇൻ ഹൈ ഫ്രീക്വൻസി റേഞ്ച് ദ റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ CC എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറവായിരിക്കും. കാരണം നമുക്കറിയാം XC ഈസ് ഈക്വൽ ടു 1/ωc ദാറ്റ് ഈസ് 1/2πfc. ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ XC എന്താണ്? കുറയുക ചെയ്യുന്നത്. 1/2πfc കുറയും. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്താണ്? കുറയുക ചെയ്യുന്നത്. അപ്പം CCയുടെ റിയാക്റ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്ന കുറയും. അത് കാരണമായിട്ടാണ് വി ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. Therefore, the effect of inter-electrode capacitance becomes high at this stage. And inter-electrode capacitance എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കപ്പാസിറ്ററിൻ്റെ അകത്ത് നമുക്ക് ബേസും എമിറ്ററും കളക്ടറും ഉണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിലുള്ള കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ കയറി വരും. അപ്പോൾ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ CBE, CBC, CCE എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് BC എന്ന് പറഞ്ഞാൽ CBC എന്ന് പറഞ്ഞാൽ ബേസിനും കളക്ടറിനും ഇടയിലുള്ള കപ്പാസിറ്റി എഫക്റ്റ്. അതേപോലെ CBE എന്ന് പറഞ്ഞാൽ ബേസിനും എമിറ്ററിനും ഇടയിലുള്ളതും CCE എന്ന് പറഞ്ഞാൽ കളക്ടറിനും എമിറ്ററിനും ഇടയിലുള്ളതും. അപ്പോൾ അതൊക്കെ എന്താണെന്ന്? CBC ഓഫേഴ്സ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് കോസസ് റിഡക്ഷൻ ഇൻ ദി ഗെയിൻ. അതേപോലെ തന്നെ CBE എന്ത്? ഇറ്റ് ഓഫേഴ്സ് ലോ ഇംപിഡൻസ് അറ്റ് ദി ഇൻപുട്ട് സൈഡ് വിച്ച് റെഡ്യൂസസ് ദി ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി ഡിവൈസ്. അതും ഗെയിനെ കുറയ്ക്കും. പിന്നെ CE എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഷണ്ടിങ് എഫക്റ്റ് അറ്റ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം എവിടെ? ഹൈ ഫ്രീക്വൻസി. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മൾ നോക്കിയാൽ ഈ ട്രാൻസിസ്റ്ററിന് ചുറ്റും തന്നെ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കയറി വരും അല്ലേ. ട്രാൻസിസ്റ്ററിന് ചുറ്റും തന്നെ കപ്പാസിറ്റൻസ് എഫക്റ്റ്, ആ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ കൺസിഡർ ചെയ്യണം. Also, there are wiring capacitance CW1 and CW2. Next, അതേപോലെ തന്നെ in equivalent circuit CBE and CBC are replaced by a single capacitor CD across the input resistance HIE of the next stage. അതായത് CBEക്കും CBCക്കും പകരമായിട്ട് അതിനെ നമ്മൾ ഒറ്റ കപ്പാസിറ്റർ CD എന്ന് പറഞ്ഞ കപ്പാസിറ്ററായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതെവിടെ കണക്ട് ചെയ്യുന്നു? HIEക്ക് പാരലായിട്ട് കണക്ട് ചെയ്യും അല്ലേ. നമ്മുടെ ഇക്വലൻസ് സർക്യൂട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറും? ഇൻപുട്ട് സൈഡ് നമ്മൾ പഴയ പോലെ തന്നെ IBയും HIEയും ഉണ്ട്. ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് HF ഇൻറ്റു IB എന്ന് പറഞ്ഞ കറണ്ട് സോഴ്സ് ഉണ്ട്. അതിന് പാരലായിട്ട് റെസിസ്റ്റൻസ് RC ഉണ്ട്. പിന്നെ അതിന് പാരലായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ HIE ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കപ്പാസിറ്റി ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വരുമെന്ന് പറഞ്ഞു. അതിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കപ്പാസിറ്റൻസ് കാണിക്കും CD എന്ന് പറയാം. അത് എവിടെ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു? HIEക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ കാണിച്ചേക്കുന്ന പോലെ വരും.
അപ്പോൾ നമുക്ക് നോക്കിയാൽ ഔട്ട്പുട്ട് സൈഡിൽ ആർ സിയും എച്ച് ഐയും സി ഡിയും ഒക്കെ ഉണ്ട്. ഈ ആർ സിയും എച്ച് ഐയും എന്താണ്? ആർ സിയും എച്ച് ഐയും പാരലായിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ പാരൽ കോമ്പിനേഷൻ എടുത്ത് നമുക്ക് ഇക്വലൻ സർക്യൂട്ട് പറയാമല്ലോ, ഇക്വലൻ റെസിസ്റ്റൻസ് പറയാമല്ലോ. ദാറ്റ് ഈസ് ആർ സിയും എച്ച് ഐയും പാരലാണെങ്കിൽ ആർ സി ഇൻറ്റു എച്ച് ഐ ഡിവൈഡ് ബൈ ആർ സി പ്ലസ് എച്ച് ഐ എന്ന് വരും. പിന്നെ അപ്പോൾ ആ സാധനം നമ്മുടെ ഈ കറണ്ട് സോഴ്സിന് പാരലായിരിക്കുമല്ലോ. അപ്പോൾ കറണ്ട് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് കറണ്ട് സോഴ്സ് ഇൻ പാരൽ വിത്ത് റെസിസ്റ്റൻസ് നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് പറയാമല്ലോ. അപ്പോൾ അതേപോലെ പഴയ പോലെ നമ്മൾ ആർ സി എച്ച് ഐ നമ്മൾ സീരീസ് ആയിട്ട് കാണിച്ചിട്ട് ഈ എച്ച് എഫ് ഇ ഐ ബിയെ മാറ്റി നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഇടുന്നത്. ദാറ്റ് ഈസ് എച്ച് എഫ് ഇ ഇൻറ്റു ഐ ബി ഇൻറ്റു ആർ സി എച്ച് ഐ ഡിവൈഡ് ബൈ ആർ സി പ്ലസ് എച്ച് ഐ. അപ്പോൾ നമ്മുടെ തേമാനം ഇക്വലൻ സർക്യൂട്ട് വരച്ചല്ലോ. ഇനി പഴയ പോലെ തന്നെ നമുക്ക് വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കാം. കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഔട്ട്പുട്ട് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? അവിടെ ഫ്ലോ ചെയ്യുന്ന സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട്. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എച്ച് എഫ് ഇ ഇൻറ്റു ഐ ബി ഇൻറ്റു ആർ സി ഇൻറ്റു എച്ച് ഐ ഡിവൈഡ് ബൈ ആർ സി പ്ലസ് എച്ച് ഐ ദി ഹോൾ ഡിവൈഡഡ് ബൈ ആർ സി ഇൻറ്റു എച്ച് ഐ ഡിവൈഡ് ബൈ ആർ സി പ്ലസ് എച്ച് ഐ പ്ലസ് 1/j ഒമേഗ സി ഡി എന്ന് പറഞ്ഞു അല്ലേ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഐ ഈസ് ഈക്വൽ എച്ച് ഐ ഇൻറ്റു എച്ച് എഫ് ഇ ഇൻറ്റു ഐ ബി ഇൻറ്റു ആർ സി ഇൻറ്റു എച്ച് ഐ ഡിവൈഡഡ് ബൈ ആർ സി എച്ച് ഐ പ്ലസ് 1/j ഒമേഗ സി ഡി ഇൻറ്റു ആർ സി പ്ലസ് എച്ച് ഐ എന്ന് കാണിക്കും അല്ലേ. കറണ്ട് ഗെയിൻ ഐ ഈസ് ഈക്വൽ എന്താണ്? ഐ ഡിവൈഡഡ് ബൈ ഐ ബി സോൾവ് ചെയ്ത് ദാറ്റ് ഈസ് എച്ച് എഫ് ഇ ഇൻറ്റു എച്ച് ഐ ഇൻറ്റു ആർ സി ഡിവൈഡഡ് ബൈ എച്ച് ഐ ഇൻറ്റു ആർ സി പ്ലസ് 1/j ഒമേഗ സി ഡി ഇൻറ്റു എച്ച് ഐ പ്ലസ് ആർ സി എന്നുണ്ട് നമുക്ക് കറണ്ട് ഗെയിൻ ആയി. സിമിലർലി വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് വി ഔട്ട് വേണം. വി ഔട്ട് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതാണ്? സി ഡിക്ക് അക്രോസ് ആണ് വി ഔട്ട് വരുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് ഇൻറ്റു കപ്പാസിറ്റി റിയാക്റ്റൻസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഐ ഇൻറ്റു 1/j ഒമേഗ സി ഡി. ഐ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എച്ച് എഫ് ഇ ഇൻറ്റു എച്ച് ഐ ഇ ഇൻറ്റു ഐ ബി ഇൻറ്റു ആർ സി ഡിവൈഡഡ് ബൈ എച്ച് ഐ ഇ പ്ലസ് ആർ സി ദി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഐ ഇൻറ്റു ആർ സി ഡിവൈഡ് ബൈ എച്ച് ഐ പ്ലസ് ആർ സി പ്ലസ് 1/j ഒമേഗ സി ഡി മൾട്ടിപ്ലൈഡ് ബൈ 1/j ഒമേഗ സി ഡി. സോൾവ് ചെയ്തേ നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ എന്ന് കിട്ടും. എച്ച് എഫ് ഇൻറ്റു എച്ച് ഐ ഇൻറ്റു ഐ ബി ഇൻറ്റു ആർ സി ഡിവൈഡ് ബൈ എച്ച് ഐ ഇൻറ്റു ആർ സി ഇൻറ്റു ജെ ഒമേഗ സി ഡി പ്ലസ് എച്ച് ഐ പ്ലസ് ആർ സി എന്ന് കിട്ടും അല്ലേ. നെക്സ്റ്റ് അപ്പോൾ വി ഔട്ടായി. അതേപോലെ തന്നെ വി നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് ഐ ബി ഇൻറ്റു എച്ച് ഐ കിട്ടും. അപ്പോൾ വി ഔട്ട് ബൈ വി ഇൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് ഗെയിൻ ദാറ്റ് ഈസ് എച്ച് എഫ് ഇ ഇൻറ്റു ആർ സി ഡിവൈഡഡ് ബൈ എച്ച് ഐ ഇൻറ്റു ആർ സി ഇൻറ്റു ജെ ഒമേഗ സി ഡി പ്ലസ് എച്ച് ഐ പ്ലസ് ആർ സി എന്ന് കിട്ടും. ഓക്കെ, അപ്പം ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അനാലിസിസിന് വേണ്ടി നമ്മൾ എന്തോ പറഞ്ഞു? അതിൻ്റെ ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കുമെന്ന് പറഞ്ഞു. ഇക്വലൻ സർക്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കൺസിഡറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എച്ച് ആർ ഇ കുറവായതുകൊണ്ട് എച്ച് ആർ ഇൻറ്റു വി ഔട്ട് നെഗ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 1/HO കൂടുതലായതുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 എന്താണ്? എച്ച് ഐ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? R1 R2 നെഗ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ XCയും കുറവായതുകൊണ്ട് REയും Cയും നമ്മൾ ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഇക്വലൻ സർക്യൂട്ട് വരച്ചിട്ട് നമ്മളതിനെ അനാലിസിസ് ചെയ്യണമെങ്കിൽ പറഞ്ഞു 3 ഫ്രീക്വൻസി റേഞ്ചിലും ആംപ്ലിഫയർ 3 രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. അതിനപ്പോൾ 3 സ്റ്റേജായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. പിന്നെ മിഡ് ഫ്രീക്വൻസി റേഞ്ചിനകത്ത് നമ്മൾ എന്തോ പറഞ്ഞു? കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ അവിടുത്തെ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കണം. ലോ ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ എന്ത് വേണം? കപ്ലിംഗ് കപ്പാസിറ്റിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ അല്ലേ. കാരണം ലോ ഫ്രീക്വൻസിയിൽ CC കാരണം ഉണ്ടാകുന്ന റിയാക്റ്റൻസ് അവിടെ എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതും കൺസിഡർ ചെയ്ത് കണ്ടുപിടിക്കുക. അതേപോലെ പിന്നെ ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഇക്വലൻ്റ് ടു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതിൻ്റെ റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഇക്വലൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, അവിടെ ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് കയറി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കണ്ടുപിടിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1 is defined as the frequency at which the magnitude of the voltage gain in the low frequency region falls to 1/√2 or 0.707 times the maximum gain in the frequency range. അതേപോലെ തന്നെ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? സെയിം തന്നെ. The upper cut off frequency F2 is defined as the frequency at which magnitude of the voltage gain in frequency range falls below 0.707 or 1/√2 times the maximum gain in the mid frequency range. അതായത് നമ്മൾ ട്രാൻസിസ്റ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചാൽ നമുക്ക് ഈ കാണുന്ന പടം പോലെ ഒരു പടമായിരിക്കും കിട്ടുന്നത്.
അപ്പോൾ അതിൽ നമുക്ക് ലോ ഫ്രീക്വൻസി റേഞ്ചിലും ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും ഇതിൻ്റെ ഗെയിൻ കുറവായിരിക്കും. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറവായിരിക്കും. ഈ കുറയുന്ന വാല്യൂവിൽ തന്നെ ഇത് പീക്ക് വാല്യൂവിൻ്റെ 0.707 ടൈംസ് അല്ലെങ്കിൽ 1/√2 ടൈംസ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ലോ ഫ്രീക്വൻസി റേഞ്ചിൽ 1/√2 ടൈംസ് ദി പീക്ക് വാല്യൂ ആവുന്നതിനെ നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും, ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ 1/√2 ടൈംസ് ദി പീക്ക് വാല്യൂ ആവുന്നതിനെ നമ്മൾ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും പറയും. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദി ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറഞ്ഞു, ഇറ്റ് ഈസ് ദി ഫ്രീക്വൻസി അറ്റ് വിച്ച് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഇൻ ദി ലോ ഫ്രീക്വൻസി റേഞ്ച് ഈസ് ഈക്വൽ ടു 1/√2 ടൈംസ് ദി പീക്ക് വാല്യൂ. അപ്പോൾ നമ്മൾ പറയാം എന്താണ്, ദറ്റ് ഈസ് മോഡുലസ് ഓഫ് ഗെയിൻ, ദറ്റ് ഈസ് AVL, മോഡുലസ് ഓഫ് AVL. AV എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ, L എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിലുള്ളത്, ദറ്റ് ഈസ് വോൾട്ടേജ് ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസി, ദറ്റ് ഈസ് മോഡ് AVL ഈസ് ഈക്വൽ ടു 1/√2 ടൈംസ് ദി മോഡ് AVM, ദറ്റ് ഈസ് AV മാക്സിമം അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് ഗെയിനിൻ്റെ 1/√2 ടൈംസ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, AVL എന്ന് പറയുന്നത്. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് AVL ഈസ് ഈക്വൽ 1/√2 മോഡുലസ് ഓഫ് AVM എന്ന് പറഞ്ഞു. AVL വോൾട്ടേജ് ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസി റേഞ്ച്. നമ്മൾ ലോ ഫ്രീക്വൻസി അനാലിസിസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ലോ ഫ്രീക്വൻസി റേഞ്ചിൽ AVL നമുക്ക് എത്ര കിട്ടും? AVL ഈസ് ഈക്വൽ നമുക്കറിയാം എന്താണ്, AVL ഈസ് ഈക്വൽ നമ്മളെന്ത്, വോൾട്ടേജ് ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പുറമോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ട്രാൻസിസ്റ്ററിൻ്റെ അനാലിസിസിൻ്റെ അകത്ത് നമ്മൾ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ AVL ഈസ് ഈക്വൽ നമ്മൾ എന്ത് കണ്ടു, AVL ഈസ് ഈക്വൽ ടു HF ഇൻറ്റു RC ഡിവൈഡഡ് ബൈ HI പ്ലസ് RC മൈനസ് J/ωCC എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നമുക്ക് എന്തോ കിട്ടും, മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് AVL ഈസ് ഈക്വൽ ടു HF ഇൻറ്റു RC ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് HI പ്ലസ് RC ദ ഹോൾ സ്ക്വയർ പ്ലസ് J/ωC നമ്മൾ എന്ത് ചെയ്യും, 1/ω 2πf കൊടുക്കും അല്ലേ. ദാറ്റ് ഈസ് 1 പ്ലസ് 1/2πfcc ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന മോഡുലസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മോഡ് AVL ഈസ് ഈക്വൽ ടു HF ഇൻറ്റു RC ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് HI പ്ലസ് RC ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/2πfcc ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം, HI പ്ലസ് RC കോമൺ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു HF ഇൻറ്റു RC ഡിവൈഡഡ് ബൈ HI പ്ലസ് RC കോമൺ ആയിട്ട് പുറത്തെടുത്തു ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് 1/2πfcc ഇൻറ്റു HI പ്ലസ് RC ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. സ്ക്വയർ റൂട്ടിന് പകരം നമ്മൾ 1/2 എന്ന് കൊടുത്തു അല്ലേ. അപ്പം AVL കിട്ടി. അതേപോലെ തന്നെ AVM, മോഡുലസ് ഓഫ് AVM പീക്ക് വാല്യൂ അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള വോൾട്ടേജ് ഗെയിൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്ര കിട്ടി നമുക്ക്, മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ നേരത്തെ പാഠത്തിലോട്ട് നോക്കിയാൽ മിഡ് ഫ്രീക്വൻസി റേഞ്ചിലെ വോൾട്ടേജ് ഗെയിൻ ദറ്റ് ഈസ് AVM ഈസ് ഈക്വൽ ടു HF ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RC പ്ലസ് HIE നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് AVM ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് AVM ഈസ് ഈക്വൽ HF ഇൻറ്റു RC ഡിവൈഡ് ബൈ HI പ്ലസ് RC. അപ്പോൾ നമുക്ക് AVL ബൈ AVM ചെയ്താൽ എന്തോ കിട്ടും, AVL ബൈ AVM വോൾട്ടേജ് ഗെയിൻ അറ്റ് ലോ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ വോൾട്ടേജ് ഗെയിൻ അറ്റ് മിഡ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് AVL ബൈ AVM ഈസ് ഈക്വൽ നമുക്ക് 1/√ ഓഫ് 1 പ്ലസ് ദാറ്റ് ഈസ് HF ഇൻറ്റു RC രണ്ടിടത്തും കൂടെ HF ഇൻറ്റു RC ബൈ HI പ്ലസ് RC ആണ് AVM. അതേപോലെ തന്നെ HF ഇൻറ്റു RC ഡിവൈഡ് ബൈ HI പ്ലസ് RC ഇൻറ്റു 1 പ്ലസ് 1/2πf ഇൻറ്റു CC ഇൻറ്റു HI പ്ലസ് RC ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ആണ് എന്ത്, AVL. അപ്പോൾ നമുക്ക് HFE ബൈ RC ഡിവൈഡ് ബൈ HI പ്ലസ് RC നമുക്ക് രണ്ടിടത്തും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് നമുക്ക് AVL ബൈ AVM ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/√ ഓഫ് 1 പ്ലസ് ബ്രാക്കറ്റിൽ 1/2πfcc ഇൻറ്റു HI പ്ലസ് RC ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇഫ് നമ്മൾ പറയാം, ഇഫ് F1 ഈസ് ദി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, F1 ആണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കിട്ടിയ ഇക്വേഷൻ നമ്മൾ Fന് പകരം F1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മൾ പറഞ്ഞൊന്നുമില്ല, AVL ഈസ് ഈക്വൽ ടു 1/√ AVM ആണ്. അങ്ങനെയാണെങ്കിൽ AVL ബൈ AVM ഈസ് ഈക്വൽ ടു 1/√ നമുക്കറിയാലോ. അതിന് അപ്പോൾ ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ നേരത്തെ ഇക്വേഷനിൽ AVL ബൈ AVMന് പകരം 1/√ കൊടുക്കുക, Fന് പകരം F1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടും, ദാറ്റ് ഈസ് 1/√ ഈസ് ഈക്വൽ ടു 1/√ ഓഫ് 1 പ്ലസ് 1/2πfcc F1cc ഇൻറ്റു HI പ്ലസ് RC ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ്
1/2 pi F1 cc into HI plus RC the whole square is equal to 2 ചെയ്തു 2 എന്ന് കിട്ടും. അതായത് നമ്മൾ സ്ക്വയർ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ √2 മാറി 2 ആയി. അതേപോലെ തന്നെ മറ്റേതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 1 + 1/2 pi F1 cc HI plus RC ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? 1 + 1/2 pi F1 cc into HI plus RC the whole square is equal to 2 എന്ന് കിട്ടി അല്ലേ. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1/2 pi F1 cc into HI plus RC the whole square is equal to 1 എന്ന് കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1 is equal to 1/2 pi cc into HI plus RC എന്ന് കിട്ടും. അതാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ഇതേപോലെ തന്നെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഗെയിൻ ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ 1/√2 ടൈംസ് ദി AVM മിഡ് ഫ്രീക്വൻസി റേഞ്ചിലെ മാക്സിമം വാല്യൂവിൻ്റെ 1/√2 ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് AVH മോഡുലസ് ഓഫ് AVH ഈസ് ഈക്വൽ 1/√2 മോഡുലസ് ഓഫ് AVM എന്ന് പറഞ്ഞു. AVH നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ AVH കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോഡുലസ് ഓഫ് എടുക്കും, മോഡുലസ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് AVH ഈസ് ഈക്വൽ ടു HFE into RC ഡിവൈഡഡ് ബൈ HI plus RC into √1 + 2 pi F CD HI RC ഡിവൈഡ് ബൈ HI plus RC the whole square എന്ന് കിട്ടും അല്ലേ. അതേപോലെ തന്നെ AVM നമുക്ക് നേരത്തെ അറിയാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AVH by AVM is equal to AVM എത്ര നമ്മൾ നേരത്തെ പറഞ്ഞാൽ എത്രയാണ്? AVM is equal to HF into RC ഡിവൈഡ് ബൈ HI plus RC ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുക. AVH by AVM ചെയ്യുമ്പോൾ HF into RC ഡിവൈഡ് ബൈ HI plus RC മുകളിലത്തെ നോമിനേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആയി പോകും അല്ലേ. ദാറ്റ് ഈസ് AVH by AVM ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AVH by AVM is equal to 1/√1 + 2 pi F CD into HI into RC ഡിവൈഡ് ബൈ HI plus RC the whole square എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? AVH by AVM is equal to 1/√1 + 2 pi F CD into HI into RC ഡിവൈഡ് ബൈ HI plus RC ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. പഴയതുപോലെ തന്നെ നമ്മൾ F2ന് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ AVH by AVM 1/√2 ആവുമെന്ന് പറഞ്ഞു. നമ്മൾ 1/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ Fന് പകരം F2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പഴയതുപോലെ നമ്മൾ ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിച്ച പോലെ F2 കണ്ടുപിടിച്ച് നമുക്ക് F2 is equal to HI plus RC ഡിവൈഡ് ബൈ 2 pi into CD into HI into RC എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 pi CD into 1/HI plus 1/RC എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയി. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് ആൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു അല്ലേ. ഈ കാണിച്ചേക്കുന്ന പോലെയാണ് ഫ്രീക്വൻസി. അപ്പോൾ ലോ ഫ്രീക്വൻസി റേഞ്ചിലും ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും ഗെയിൻ കുറവായിരിക്കും. മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതാണ് ഫ്രീക്വൻസി ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചോദ്യം ചോദിക്കാറുണ്ട് വൈ ദ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ വൈ ഗെയിൻ ഈസ് ലോ ഡ്യൂറിങ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസീസ് ഇൻ എ RC കപ്പിൾഡ് ആംപ്ലിഫയർ. എന്തുകൊണ്ട് ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറഞ്ഞിരിക്കുന്നു, മിഡ് ഫ്രീക്വൻസിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്? അതെന്താണ് കാരണം? അപ്പം ലോ ഫ്രീക്വൻസിയിൽ പർട്ടിക്കുലർലി ബിലോ 50 ഹെർട്സിൽ എന്തോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് കപ്പാസിറ്റേഴ്സിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. കപ്പിളിംഗ് കപ്പാസിറ്റർ CC ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. CC ഉണ്ട്, CE ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല, നമുക്ക് CE ആൻഡ് CC ഇപ്പോൾ ലോ ഫ്രീക്വൻസിയാണ് നമുക്കറിയാം. XC = 1/2 pi FC ആണ്. അപ്പോൾ F കുറവാണെങ്കിൽ എന്ത് സംഭവിക്കാം? അപ്പോൾ റിയാക്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ. അപ്പം ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്റൻസ് റിയാക്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി റിയാക്റ്റൻസ് കൂടുതലായിരിക്കും. അത് കാരണമായിട്ട് എന്ത് സംഭവിക്കുന്നത്? കപ്പാസിറ്റി റിയാക്റ്റൻസ് ഓഫ് ദി കപ്ലിംഗ് കപ്പാസിറ്റർ CC ബിക്കംസ് ഹൈ അറ്റ് ലോ ഫ്രീക്വൻസീസ്. ആസ് എ റിസൾട്ട് എന്ത് പറയും? ഇറ്റ് അലൗസ് ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദി സിഗ്നൽ ടു ട്രാൻസ്ഫർ ഫ്രം വൺ സ്റ്റേജ് ടു നെക്സ്റ്റ് സ്റ്റേജ് അല്ലേ. അപ്പോൾ CCയുടെ എഫക്റ്റ് കൂടുന്ന കാരണമായിട്ട് അത് എന്ത് സംഭവിക്കും? ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ സിഗ്നലിനെ പാസ് ചെയ്ത് വിടത്തില്ല. അത് കാരണമായിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഗെയിൻ കുറയും. പിന്നെ അത് മാത്രമല്ല CEയും അവിടെ എഫക്റ്റ് ഉണ്ടാകും. CE എന്താണ്? CEയുടെ എഫക്റ്റും കൂടുകയാണ്. CEയും കപ്പാസിറ്റി റിയാക്റ്റൻസ് ഓഫ് ദി എമിറ്റർ കപ്പാസിറ്റർ അല്ലെങ്കിൽ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ നമ്മൾ CE ഉപയോഗിക്കുമല്ലോ, അതിൻ്റെ എഫക്റ്റും കൂടുന്നത് കാരണമായിട്ട് എന്ത് സംഭവിക്കും? It is because of the higher reactance of the emitter bypass capacitor CE, the emitter resistance is not effectively bypassed. As a result, the voltage gain falls at low frequencies. അപ്പം ലോ ഫ്രീക്വൻസിയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ CCയുടെയും CEയുടെയും കപ്പാസിറ്റി റിയാക്റ്റൻസ് കൂടുന്നു. CCയുടെയും CEയുടെയും കപ്പാസിറ്റി റിയാക്റ്റൻസ് കൂടുന്ന കാരണമായിട്ട് CCയുടെ റിയാക്റ്റൻസ് കൂടുന്ന കാരണമായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട്
പെർഫെക്റ്റ് കപ്ലിംഗ് നടക്കുന്നില്ല, അതുകൊണ്ട് ഗെയിൻ കുറയുന്നു. അതുമാത്രമല്ല CEയുടെ റിയാക്റ്റൻസ് കൂടുന്ന കാരണമായിട്ട് അത് നമ്മുടെ REയെ എഫക്റ്റീവായിട്ട് ബൈപ്പാസ് ചെയ്യുന്നില്ല, അതും കാരണമായിട്ട് നമ്മുടെ ഗെയിൻ കുറയും അല്ലേ, അതൊരു കേസ്. പിന്നെ ഹൈ ഫ്രീക്വൻസിയിൽ എന്താ കാരണം? ഹൈ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി കൂടുകയാണ്. ഫ്രീക്വൻസി കൂടുന്ന കാരണമായിട്ട് നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്റി CC എന്തോ CCയുടെ എഫക്റ്റ് എന്തോ XC നമുക്കറിയാം 1/2πfc. ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ XC കുറയും. XC കുറയുമ്പോൾ എന്തുവാ, ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് ആവും. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കാരണമായിട്ട് അടുത്ത സ്റ്റേജ് അതായത് സെക്കൻഡ് സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജ് കാരണമായിട്ടുള്ള ലോഡിങ് എഫക്റ്റ് കൂടും, അതും ഗെയിനിനെ കുറയ്ക്കും. അപ്പം 2 കാരണങ്ങളാണ് പറയുന്നത്. ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഫ്രീക്വൻസി കുറവായത് കാരണം CEയുടെയും കപ്പാസിറ്റി റിയാക്റ്റൻസ് വളരെ കൂടുന്നു, അത് കാരണമായിട്ട് പെർഫെക്റ്റായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് കപ്ലിംഗ് നടക്കുന്നില്ല, അത് കാരണം നമ്മുടെ ഗെയിൻ കുറയുന്നു. ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ CCയുടെ റിയാക്റ്റൻസ് XC വളരെ കുറയുന്നു, അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, അത് കാരണമായിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ സെക്കൻഡ് സ്റ്റേജ് ആംപ്ലിഫയറിനൊരു ലോഡിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നു, അത് കാരണമായിട്ടും ഗെയിൻ കുറയുന്നു. അപ്പോൾ ഈ 2 കാരണം എന്ത് സംഭവിക്കും? ഇൻപുട്ട് ലോ ഫ്രീക്വൻസി റേഞ്ചിലും ഹൈ ഫ്രീക്വൻസി റേഞ്ചിലും നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് യൂഷ്വലി ചോദിച്ചിട്ടുണ്ട്, മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഫോൾസ് ബിലോ ഡ്യൂറിങ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കാരണങ്ങൾ പറയാം. അതായത് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റാണ് അവിടെ നടക്കുന്നത്. ലോ ഫ്രീക്വൻസി റേഞ്ചിൽ കപ്പാസിറ്റി റിയാക്റ്റൻസ് വളരെ കൂടുതലായത് കാരണമായിട്ട് അവിടെ ഗെയിൻ കുറയുന്നു. ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ കപ്പാസിറ്റി റിയാക്റ്റൻസ് വളരെ കുറവായത് കാരണമായിട്ട് ഒരു ലോഡിങ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ഗെയിൻ കുറയുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ.